കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനമായ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബീഹാറിൽ തുടർഭരണം ഉറപ്പിച്ച് എൻഡിഎ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെട്ട സഖ്യം അധികാരം നിലനിർത്തുമെന്നാണ് നിലവിലെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ ഭരണകക്ഷിയായ BJP-JDU സഖ്യം വോട്ടെണ്ണലിൽ മുൻതൂക്കം നേടുവാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2020-നേക്കാൾ മികച്ച മുന്നേറ്റമാണ് സഖ്യം നടത്തുന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി JDU മാറി. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് BJP വ്യക്തമാക്കി. നവംബർ 6-നും 11-നും ഇടയിൽ 2 ഘട്ടങ്ങളിലായി നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് റെക്കോർഡ് പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഇത് 1951-ന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ്. കൂടാതെ വനിതാ വോട്ടർമാരുടെ പങ്കാളിത്തം 71.6% എന്ന ചരിത്രപരമായ ഉയരത്തിലെത്തി. വിവാദപരമായ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടന്നതെങ്കിലും 4 പതിറ്റാണ്ടായി ബീഹാർ രാഷ്ട്രീയം രൂപപ്പെടുത്തിയ JDU-വിന്റെ നിതീഷ് കുമാർ, RJD-യുടെ ലാലു പ്രസാദ് യാദവ് എന്നിവരുടെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്നതിൽ ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാകും. അതേസമയം മഹാസഖ്യത്തിന് വൻ തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കോൺഗ്രസിന് 2 അക്കം പോലും കടക്കാനായിട്ടില്ല. ഇടതു പാർട്ടികൾ 2 ലീഡ് ചെയ്യുന്നുണ്ട്.